നിഷ്കളങ്കനായ ഒരു ബാലൻ ദൈവത്തെ വാങ്ങാൻ പോകുന്ന കഥ. അവനൊരു ഷോപ്പിൽ ചെന്ന്, എനിക്ക് ഒരു ദൈവത്തെ തരുമോ? 50 രൂപയുമായി ആണ് അവൻ ആ ഷോപ്പിൽ ചെന്നത്. ഇത് കേട്ട് കടക്കാരൻ പരിഹാസത്തോട് ചിരിച്ച് അവനെ പറഞ്ഞയച്ചു. അവൻ തിരിച്ച് രണ്ടാമത്തെ ഷോപ്പിൽ ചെന്നു. ഇവിടെ ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ? എൻ്റെ കൈവശം 50 രൂപയുണ്ട്. ബാലൻ്റെ ചോദ്യം കേട്ട് കടയുടമസ്ഥൻ ചിരിച്ചു. മൂന്നാമതും ഒരു കടയിൽ ചെന്ന്, ഇവിടെ ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ? കടയുടമസ്ഥൻ അതിശയത്തോട് ചോദിച്ചു, ദൈവത്തെയോ? അതെ. ആകട്ടെ, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എൻ്റെ കൈവശമെങ്കിൽ 50 രൂപയുണ്ട്. ഇത്രയും മതിയോ ദൈവത്തെ വാങ്ങാൻ? ഇത് മതി. അവൻ്റെ നിഷ്കളങ്കമായ മുഖഭാവവും അവൻ്റെ നിൽപ്പും കണ്ട് കടയുടമസ്ഥൻ അയാൾക്ക് മനസ്സിലായി, ദൈവമെന്ന് പറയുന്നത് ഇത് എന്തോ കഴിക്കുവാനുള്ളൊരു സാധനമാണെന്നാണ് ഇവൻ്റെ ധാരണ. ആകട്ടെ, എന്തിനാണ് നിനക്ക് ദൈവത്തെ? എങ്കിൽ 1 മാസം മുൻപ് എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒരു രോഗിയായി മാറി. ഡോക്ടർമാർ പറയുന്നത് നിന്റെ അമ്മയെ രക്ഷിക്കുവാൻ ഇനി ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. ഇത് കേട്ട ഉടനെ അദ്ദേഹം അകത്തു പോയി കുറച്ച് തേനെടുത്ത് കൊണ്ടുവന്ന് ബാലൻ്റെ നേരെ നീട്ടി. എന്നിട്ട് ആ കടയുടമസ്ഥൻ പറഞ്ഞു, ഇതാണ് നിന്റെ ദൈവം, ഇത് കൊണ്ടുപോയി നിന്റെ അമ്മയ്ക്ക് കൊടുക്കുക. അവൻ ആ ഒരു കുപ്പി തേനുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി. ഓടുന്നതിനിടയിൽ അവൻ പറയുന്നു, ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എൻ്റെ അമ്മയുടെ അസുഖം ഭേദമാകും. സന്തോഷത്താൽ മതിമറന്ന് എൻ്റെ അമ്മയുടെ അസുഖം മാറുമെന്ന് അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേക്കൊണ്ടിരുന്നു. എൻ്റെ കുപ്പിയിൽ ദൈവമുണ്ട്. ഹോസ്പിറ്റലിലെത്തുമ്പോൾ അവൻ കാണുന്നത് മെഡിക്കൽ സംഘം അവൻ്റെ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ അമ്മയുടെ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടു. അതിനുശേഷം അമ്മയും മകനും കൂടി ഹോസ്പിറ്റലിൽ വന്നു ബില്ലടയ്ക്കുവാൻ. ബിൽ കണ്ട അമ്മ ഞെട്ടിപ്പോയി. കാരണം അത്രയും ഭീമമായ ഒരു തുക കൊടുക്കുവാൻ അവരുടെ കൈവശമില്ല. ബില്ലടിച്ച് കൊടുത്ത അക്കൗണ്ടന്റ് പറഞ്ഞു, മാഡം, ഇത് ഒരാൾ പേ ചെയ്തിരിക്കുന്നു. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ മുകളിലേക്ക് നോക്കി, ദൈവമേ, അങ്ങയ്ക്ക് നന്ദി. ഒപ്പം ബാലനും അവന് മുകളിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി, ദൈവമേ, അങ്ങയ്ക്ക് നന്ദി. അവർ ചോദിച്ചു, സർ, ആരാണ് ഈ ബില്ലടച്ചത്? ദൂരേക്ക് നടന്നു നീങ്ങുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് അയാൾ പറഞ്ഞു, ദേ ആ മനുഷ്യൻ. നടന്നു നീങ്ങുന്ന മനുഷ്യൻ. അവൻ വിളിച്ചു, അങ്കിൾ, അങ്കിൾ. അത് ആ തേൻ കൊടുത്ത കടയുടമസ്ഥനായിരുന്നു. ആ അമ്മയും മകനും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, സാർ, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ അങ്ങ് ദൈവത്തെ പോലെയാണ്. ഒരുപാട് നന്ദി. നിറഞ്ഞൊഴുകുന്ന അവരുടെ കണ്ണുകളിലേക്ക് അയാൾ നോക്കി പറഞ്ഞു, നന്ദി പറയേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ മകനോടാണ്. ഇവൻ്റെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ, ഇവൻ്റെ നിഷ്കളങ്കമായ മറുപടികൾ, ഇതെല്ലാം കേട്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥമായി. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മനസ്സിനുള്ളിൽ ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് പറഞ്ഞ് അയാൾ നടന്നു നീങ്ങി. ദൈവമുണ്ട്. ദൈവം നമ്മുടെ തൊട്ടടുത്ത് എവിടെയോ ഉണ്ട്. പക്ഷേ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ കണ്ടെത്താനാവൂ. നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാനാവൂ. നിഷ്കളങ്കമായ ഹൃദയത്തിൽ മാത്രമേ ദൈവം നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ്, ദൈവമേ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, ഇങ്ങനെ സംഭവിക്കുന്നു? ദൈവമുണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ സ്വന്തം കണ്ണുകൾ അടച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്കുണ്ടായിരുന്ന നിഷ്കളങ്കത എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ?
നിങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന നിഷ്കളങ്കത എവിടെയെങ്കിലും മറന്നിട്ടുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? ഒരു പുനർചിന്തനം നടത്തുന്നത് നല്ലതാണ്. ഒരു നിഷ്കളങ്കമായ ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാനാകൂ, അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്താനാകൂ. തീർച്ചയായും ഹാവ് എ നൈസ് ഡേ.